എന്റെ ഒരു നല്ല നമസ്കാരം കേട്ടോ. നമസ്കാരം. നമസ്കാരം. നമസ്തേ. അപ്പൊ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പാഞ്ചജന്യം ഭാരതത്തിന്റെ 6ാം ജന്മദിനമായി ബന്ധപ്പെട്ട് നമ്മൾ നാഷണൽ ലെവൽ സംഘടിപ്പിച്ചിരിക്കുന്ന 3 ദിവസങ്ങളായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടികളുടെ സമാപനമാണ് നടക്കുന്നത്. ഈ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള കാവാലം നന്ദകുമാർ, അദ്ദേഹം വെസ്റ്റ് ബംഗാളിലാണുള്ളത്. അദ്ദേഹം ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വിജയദശമി ആശംസകൾ. ഇതുപോലെ ഒരു വിജയദശമി ദിനത്തിലാണ് നമ്മൾ തുടക്കം കുറിച്ചത് 2020. അപ്പൊ അങ്ങനെ ഒരു സമിതി ഇന്ന് 5 വർഷം കഴിഞ്ഞ് 6ാം ജന്മദിനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഈ കാലയളവിൽ നമ്മൾ വെച്ച് നടക്കുന്ന അല്ലെങ്കിൽ ബാലാവസ്ഥയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് പല സ്റ്റേറ്റ് യൂണിറ്റുകൾ, നമുക്ക് ഒരുപാട് സംസ്ഥാനങ്ങളിൽ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒക്കെ ആ സ്റ്റേറ്റ് യൂണിറ്റുകളൊക്കെ പലയിടത്തും എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ സാധ്യതകൾ നമ്മൾ ഇനിയും കൂടുതലായിട്ട് പ്രവർത്തനത്തിലേക്ക് വരുത്തേണ്ടതായിട്ടുമുണ്ട്. അതൊക്കെ നമുക്ക് നികത്തി മുന്നോട്ട് പോകണം. എന്നാലും നേട്ടങ്ങൾ അനവധിയാണ്. ഒരുപാട് നല്ല മഹത് വ്യക്തിത്വങ്ങൾ നമ്മോടൊപ്പം ഈ കാലയളവിൽ ചേരുകയുണ്ടായി. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരുടെയൊക്കെ സഹായവും സഹകരണവും ഒക്കെ കൊണ്ട് തന്നെയാണ് പാഞ്ചജന്യത്തിന് ഇത്രയും ദൂരം എത്താനായതും അതുപോലെ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായതും. നമ്മുടെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്നത് നമ്മുടെ ശ്രീരാമസാഗരം എന്ന ഒരു ബൃഹത്തായ പരിപാടിയാണ്. അത് വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടുവരുന്നു. ഒരുപക്ഷെ ഓൺലൈനായിട്ട് ഇത്തരം പരിപാടി നമ്മൾ 31 ദിവസവും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള സംഘടനകൾ തന്നെ വളരെ കുറവാണ്. അതൊരു എക്സാമ്പിൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഗുരുസാഗരം എന്ന പരിപാടി, അങ്ങനെ പല പരിപാടികളും നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാനായി നമ്മുടെ സനാതന ധർമ്മത്തിന്റെ വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം, ഒരു സംഘം നമ്മോടൊപ്പം ഉണ്ട്. അതിൽ നല്ലവരായ പലരും നമ്മളോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ നല്ല പോഷക സംഘടനകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ടുണ്ട്. നമ്മുടെ ബാലഭാരതി, കലാഭാരതി, മാതൃഭാരതി, അങ്ങനെ പല പോഷക സംഘടനകളും നമ്മൾക്ക് ആ സംഘടനകളൊക്കെ തന്നെയാണേലും മഹത്തരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ബഹുദൂരം പോകേണ്ടതുണ്ട്. ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്നത്, നമ്മുടെ ഇതുപോലെ തന്നെ ഒരു സംഘടന 1925 വിജയദശമി ദിനത്തില് ഫൗണ്ട് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പൊ അതുപോലെ തന്നെ ആ മഹത്തരമായ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടനയായി മാറിയിട്ടുള്ള ആ ഒരു സംഘടനയെ പോലെ തന്നെ 100 വർഷം തികച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ സംഘടനയ്ക്കും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാര്യപരിപാടിയിലേക്ക് തുടങ്ങുകയാണ്. ഇന്ന് 6ാം ഫൗണ്ടേഷൻ ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ 3 ദിവസമായിട്ടാണ് നമ്മുടെ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ ഇന്ന് 3ാമത്തെ ദിവസമാണ്. വിജയദശമി ദിനത്തിന്റെ ഇന്ന് നമ്മുടെ കൺക്ലൂഡിംഗ് ഡേ ആണ്. അപ്പോ ഇന്നത്തെ പരിപാടി ക്രമം ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം. പ്രാർത്ഥന ശ്രീ സ്വാഗതം ശ്രീ ആർ നായർ, അധ്യക്ഷ ഭാഷണം ഡോക്ടർ ടി ശശികുമാർ. നമ്മുടെ മുഖ്യാതിഥിയായിട്ട് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് ശ്രീമതി പ്രീതി നടേശനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പാഞ്ചജന്യത്തിന്റെ ദിശാബോധവും എന്താണ്, നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് സ്പിരിച്വൽ അഡ്വൈസർ കൂടിയായ ഡോക്ടർ ENG നായർ സാറാണ്. അതോടൊപ്പം നമുക്ക് ഡോക്ടർ മീര ചേർന്നിട്ടുണ്ട്. ഒരു മ്യൂസിക് പരിപാടിയും നമുക്ക് ഇതിനോടൊപ്പം ഉണ്ട്. പിന്നെ ആശംസകളുമായിട്ട് ശ്രീ KP മണിലാൽ ജിയുണ്ട്. അതോടൊപ്പം നമ്മുടെ പല സംഘടനകളുടെ സാരഥികളും ചേരുന്നതായിരിക്കും. നന്ദി പ്രകാശം നൽകുന്നത് ശ്രീമതി ശ്യാമള സോമനാണ്. അപ്പോൾ ഞാൻ ആദ്യമായി പ്രാർത്ഥനയ്ക്കായിട്ട് ശ്രീജിആർ ജിയെ വിളിക്കുകയാണ്. ശ്രീജിആർ നായർ. ഒരു മിനിറ്റ്, മലയാളമായിട്ട് അത് മൂട്ട് ചെയ്യണം. മലയാളത്തിന്റെ
ആവും. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഓം ദേവി സരസ്വതി വിജ്ഞാനദായികേ വിശ്വേശ്വരി ദേവി പാഹി മാം പത്മാസനേ ദേവി ശുഭ്രവസ്ത്രാവൃതേ ശോഭിനിയേ ദേവി പാഹി മാം വാണി സരസ്വതി പ്രേമസ്വരൂപിണി വീണാഗാന പ്രിയേ താരുണിന്നു നിൻ പാദം നമിക്കുന്നേ ഏനവിലോചനേ ഉത്തമിനേ മമ ചിത്തമതിൽ സദാ നൃത്തം ചെയ്തിടുവാൻ നരജന്മമെടുത്തു ഞാൻ അമ്മേ വരമരുൾവ വാണി സരസ്വതി പ്രേമസ്വരൂപിണി വീണാഗാന പ്രിയേ കാണുനിന്നോ നിമ്പാദം നമിക്കുന്നേ ഏനവിലോചനേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീരാമചന്ദ്ര പ്രഭു. അടുത്തായി നമ്മുടെ ഈ ചടങ്ങില് സ്വാഗതം ആശംസിക്കുന്നത് പാഞ്ചജന്യത്തിന്റെ തുടക്കത്തിലുള്ള വ്യക്തിത്വവും നമ്മുടെ വർക്കിംഗ് ചെയർമാനുമായ ശ്രീ ആർ നായർ അവറുകളാണ്. ആർ ചേട്ടനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ധന്യഭൂമിയാണ് എൻ്റെ അമ്മ, നമിക്കുന്നു ഞാൻ ആ പാദപൽപ്പം. ഓർക്കാപ്പുറത്തു നാം സംഘടിച്ചു ഓങ്കാരഭൂമി തന്നങ്കണത്തിൽ. ഒന്നിച്ചു വന്നു നാം കൈകൂപ്പി നിന്നു ഓർമ്മയിൽ നിന്നൊരു പാഞ്ചജന്യം. ഒന്നിച്ചു വന്നു നാം കൈകൂപ്പി നിന്നു ഓർമ്മയിൽ നിന്നൊരു പാഞ്ചജന്യം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ദശര മഹോത്സവത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഞാനിപ്പോൾ ഈ പാടിയ 3-4 വരികള് 5 വർഷം മുമ്പ് ജനറൽ സെക്രട്ടറി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്കൊരു ടൈറ്റിൽ സോങ് വേണം പാഞ്ചജന്യം ഭാരതത്തിന്. ഇതിന്റെ തുടക്കത്തില് ഞാന് ഈ വരികൾ ചേർത്തുകൊണ്ട് ഇതിന് മുമ്പോട്ടൊരു 5-8 വരികൾ വേറെയും ഉണ്ട്. ഭാരതാംബയുടെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പാഞ്ചജന്യത്തിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇപ്പം നന്ദകുമാർ ജി പറഞ്ഞ പോലെ തന്നെ RSSന്റെ 100ാമത് വർഷത്തിന്റെ ആഘോഷം നടക്കുമ്പോൾ എന്റെ മനസ്സിലൊരു കാര്യം തെളിഞ്ഞു വരുന്നത്, പാഞ്ചജന്യം ഭാരതത്തിന്റെ ശതാബ്ദി നടക്കുന്ന ദിവസം ഈ ടൈറ്റിൽ സോങ്ങിന്റെ ആദ്യ വരികളും കൂടെ പ്രത്യക്ഷപ്പെട്ടേക്കുമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഈ ടൈറ്റിൽ സോങ്ങിന് ശേഷം അതിമനോഹരമായ ഒരു ടൈറ്റിൽ സോങ് നമ്മുടെ കൈതപ്പുറം തിരുമേനി എഴുതി സംഗീതം കൊടുത്ത് ഉഗ്രമായ ഒരു ടൈറ്റിൽ സോങ് ആണ്. അത് പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ ഫംഗ്ഷനുകളിൽ അത് പ്ലേ ചെയ്യണമെന്ന്. പക്ഷെ പലപ്പോഴും നടക്കാറില്ല. അതിന്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അത് നടത്താൻ കഴിയാത്തത്. ഇന്ന് നമ്മൾ 5 വർഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ അത് കടന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത്രയധികം ദ്രുതഗതിയിലാണ് പാഞ്ചജന്യം ഭാരതത്തിന്റെ കഴിഞ്ഞ 5 വർഷങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഭാഗവതം മുഴുവൻ കേട്ട പരീക്ഷത്തിനോട്
അവസാനത്തിൽ ശ്രീ ശുഗമഹർഷി ചോദിച്ചു, തക്ഷകന്റെ ദർശനത്തിൽ മരിക്കുമെന്ന അങ്ങേക്ക് ഇപ്പോൾ ഭയം തോന്നുന്നുണ്ടോ എന്ന്. പരീക്ഷിത്ത് പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. എന്നിലും തക്ഷകനിലും എന്നെ ശപിച്ച മുനികുമാരനിലും ഉള്ള ചൈതന്യം ഒന്ന് തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി. ഇതാണ് സനാതന ധർമ്മം. ഇത് ബ്രഹ്മോപദേശമാണ്. ഈ സനാതന ധർമ്മത്തിന്റെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ പോഷക വഴികളെ ആരാഞ്ഞുകൊണ്ട് പാഞ്ചജന്യം ഭാരതം അതിനെ എല്ലാ വഴികളിലേക്കും ഒഴുക്കിവിടാനുള്ള ശ്രമമാണ് പാഞ്ചജന്യം ഭാരതം നടത്തുന്നത്. ഇതിലേക്ക് വളരെയധികം വ്യക്തിത്വങ്ങൾ ഇതിനോടകം ഈ 5 കൊല്ലത്തിൽ വളരെയധികം വ്യക്തിത്വങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഈവൻ നിരീശ്വരവാദികൾ പോലും കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം സനാതന ധർമ്മത്തിനോട് ഇഴുകിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. മതത്തിനും ജാതിക്കും വർണ്ണത്തിനും ഭാഷയ്ക്കും മറ്റ് രാഷ്ട്രത്തിനും അതീതമാണ് സനാതന ധർമ്മമെന്ന് പാഞ്ചജന്യം ഭാരതത്തിലൂടെ ഇതിനോടകം വളരെയധികം വ്യക്തികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം അനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നു. പാഞ്ചജന്യം ഭാരതത്തിനെ പുഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഒരുക്കങ്ങളിലും അവർ തയ്യാറാണ്. ഇന്ന് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെയധികം മഹാവ്യക്തിത്വങ്ങൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ വന്നെത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം സ്വാഗതം നേരുക എന്നുള്ളതാണ് എനിക്ക് തന്നിരിക്കുന്ന ഇന്നത്തെ ഡ്യൂട്ടി. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഇന്ന് ഈ സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആദരണീയനായ ദേശീയമായും അന്തർദേശീയമായും ഒരു ഗുരുനാഥ പദവിയെ അലങ്കരിക്കുന്ന സർവശ്രീ ഡോക്ടർ ടി.പി. ശശികുമാർ സാർ, MSc, MPhil, PhD, LLB, MBA, MS, അതുകൂടാണ്ട് അദ്ദേഹം ഒരു സ്പേസ് സയന്റിസ്റ്റും കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം ആദിശങ്കര യൂണിവേഴ്സിറ്റിയുടെ അത് സ്ഥലമാണെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല. ആന്ധ്രാപ്രദേശ് ഗുരുവിലാണ് ടി.പി. ശശികുമാർ സാർ ഇപ്പോൾ അതിന്റെ വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തിന് നമുക്ക് ഇന്ന് അധ്യക്ഷനായി കിട്ടിയതിൽ നമ്മൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക്, ഇന്നത്തെ ഫംഗ്ഷനിലേക്ക്, ഇന്നത്തെ ചടങ്ങിലേക്ക്, നമ്മുടെ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആത്മാർത്ഥതയോടെ, സ്നേഹ വായ്പകളോടെ. പിന്നീട് നമുക്ക് ഇന്നത്തെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമതി പ്രീതി നടേശൻ മാഡമാണ്. സന്ധിപ്പി യോഗത്തിൽ നിന്ന് നമുക്ക് ഇത്രയധികം ഒരു മഹവ്യക്തി ഇന്നത്തെ ഈ സമ്മേളനത്തിൽ കിട്ടുക എന്നുള്ളത് തന്നെ അതും ഒരു മഹാഭാഗ്യമാണ്. മാഡത്തിനെ ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ പാഞ്ചജന്യം ഭാരതത്തിൽ മാഡം 1-2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിന് തറയ്ക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു തന്ന് സനാതന ധർമ്മത്തിന്റെ വളരെയധികം നല്ല നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ചില വശങ്ങളെയാണ് അന്നെല്ലാം മാഡം നമുക്ക് പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചത്. ഇന്നും മാഡത്തിന്റെ പ്രഭാഷണത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. മാഡത്തിനെ ആത്മാർത്ഥതയോടെ, സ്നേഹഭാവത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഇന്നിവിടെ ദിശാബോധ സങ്കല്പം എന്ന വിഷയത്തെ കുറിച്ച് പ്രഭാഷണം നടത്താൻ വന്നിരിക്കുന്ന നമ്മുടെ ആത്മീയ ഗുരുവായ ശ്രീ EMG നായർ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും വിവരിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, പുതുതായിട്ട് വന്നവർക്കും അറിയാം അദ്ദേഹത്തെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിവരിക്കാതെ തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഇവിടെ വിനോദ്, ജനറൽ സെക്രട്ടറി വിനോദിനെ സ്വാഗതം ചെയ്യുന്നു. മാഡം ശ്രീമതി ശ്യാമളാം സോമൻ മാഡത്തെയും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ശ്രീമതി മീര മാഡം പുതുതായിട്ട് നമുക്ക് വന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ സംഘടനയിലേക്ക് മാഡത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ മണിലാൽ സാറ്, വളരെയധികം വ്യക്തികളെ കാണുന്നുണ്ട്. നന്ദകുമാർ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. സമയം കൂടുതൽ ചെലവഴിക്കുന്നില്ല. ഓക്കെ.